ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്ന് ഞാൻ വന്നിട്ടില്ലേ കുഞ്ഞു റിക്വസ്റ്റ് വീഡിയോ ഇട്ടാണ് കേട്ടോ. നമ്മുടെ മത്സ്യങ്ങൾ ചെറിയ ചെറിയ മീനുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് കിളിമീനും ഒന്ന് മാന്തൽ മീനും ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ കിളിമീനാണ് പറയുന്നത്. അവ രണ്ടും ചെറിയ മീനുകളാണ്. അപ്പൊ അത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതും ഒരു മീൻ ഞാൻ മുളകിടുകയാണ് ചെയ്യുന്നത്, പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ കാണാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മുടെ കറി എന്തായിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. നമ്മുടെ ഫിഷ് മുളകിട്ടതും ഫിഷ് ഫ്രൈയും കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ. രണ്ട് വിധത്തിലുള്ള മീനുകളാണ്. ഫസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മള് ഇത് റെഡിയാക്കാൻ പോകുന്നത്. മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതെന്താ ബേബിയെ ഇതെന്താ പറയാൻ കിട്ടൂല ബേബിക്ക്. ചെറിയ മീനുകള് കട്ട് ചെയ്ത് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്ത് കേട്ടോ. ഒരു ശരത്ത് എന്നാണ് പേര് ഉള്ളത്. ആള് ഒറ്റക്ക് ജോലി ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. എന്നെ കളിയാക്കിയതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ മീൻ കട്ട് ചെയ്യുന്ന എങ്ങനെ പറയാ, ഫസ്റ്റ് വാല് കട്ട് ചെയ്യാം. ഈ കിളി പോലത്തെ ഈ മീനാണ് കേട്ടോ. ഇതിന്റെയൊക്കെ ഈ മുള്ള് ഫസ്റ്റ് കളയുക, അല്ലെങ്കിൽ നമ്മൾ ചെതുമ്പല് കളയുന്ന സമയത്ത് നമ്മളെ കയ്യിലൊക്കെ കുത്തി കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക. അതിനുശേഷം ചെതുമ്പല് കളയാട്ടോ. വാലിന്റെ അവിടെയാണ് കൂടുതൽ റിസ്ക് ഉണ്ടാവുക. അവിടെ മെല്ലൊന്ന് ചുരണ്ടി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. എല്ലാ മീനും ഫസ്റ്റ് ചെതുമ്പല് കളഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ലാസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ചെതുമ്പല് കളയുമ്പോഴല്ലേ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നത്. ഇവനാള് ഭയങ്കരനാണ് കേട്ടോ. ഇവനീ കാണുന്ന ചില്ലറക്കാരനൊന്നല്ല. നമ്മളവിടെ വീട്ടിൽ വരുന്ന വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ നമ്മുടെ പ്ലാവിലും സപ്പോട്ടയിലും ഒക്കെ കുറച്ച് കിളികൾ വരാറുണ്ട്. ഒത്തിരി കിളികൾ വരാറുണ്ട് കേട്ടോ. ഈ മോർണിംഗ് ബേർഡൊക്കെ അല്ലേ, അവറ്റകളൊക്കെ ചാടി പിടിക്കുന്ന ആളാണ് ഇയാള്. ആള് തണലത്ത് കൊണ്ടുപോയിട്ടാട്ടോ തിന്നണത്. ഇവിടെ നല്ല വെയിലാണ് മുറ്റത്ത്. കല്ലൊക്കെ നല്ലോണം ചൂടായിട്ട് മുറ്റത്ത് ചൂടായതുകൊണ്ട് ഇയാൾക്ക് തിന്നാൻ കഴിയാത്തതുകൊണ്ട് തണലത്ത് കൊണ്ടുപോയിട്ടാണ് തിന്നണത് കേട്ടോ. ആളടുത്തതിന് വരുന്നുണ്ട്. എത്ര പെട്ടെന്നാ തിന്നതറിയോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആള് പാവാട്ടോ. അകത്ത് കയറി കട്ടൊന്നും തിന്നൂല. പുറത്തവിടെ ഡോറിന്റെ അവിടെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം ഡോറിന്റെ അവിടെ വരും. ആളന്ന് കരയും. അപ്പോഴുള്ളൂ അപ്പോ പുട്ടോ എന്താ വെച്ചാല് ആള് തിന്നാൻ വരിക കേട്ടോ. അങ്ങനെ ഒരു വിധത്തില് കിളിമീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി വെള്ളം ഇത് നന്നാക്കി എടുത്ത വെള്ളം ഒന്ന് വെജിറ്റബിൾസിന് പച്ചക്കറികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
കുറച്ച് മാന്തളാണുള്ളത്. അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് കത്തിയൊന്നും വേണ്ട കേട്ടോ അത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ മീനിന്റെ രണ്ട് വശത്തും ഇങ്ങനെ തലയുടെ വശത്ത് ഇങ്ങനെ രണ്ട് തൊലി ഉണ്ടാവും കേട്ടോ. ഈ രണ്ട് വശത്തും തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാൻ പറ്റും. കത്തിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീനാണ് കേട്ടോ ഇത്. കുക്ക് ചെയ്യാനും അധികം ടൈമൊന്നുമില്ല. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാന്നുണ്ടെങ്കിലും കറി ആക്കുകയാണെന്നുണ്ടെങ്കിലും ഒത്തിരി ടൈമൊന്നും വേസ്റ്റ് ആയി പോവില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്റെ കയ്യിൽ കറ കാണുന്നത് നെല്ലിക്ക നന്നാക്കിയതാട്ടോ. കഴിഞ്ഞ ദിവസം നെല്ലിക്ക വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉപ്പിലിടാനും അച്ചാറിടാനൊക്കെ കട്ട് ചെയ്തപ്പോ ഇങ്ങനെ കയ്യിൽ കറയായതാണ് കേട്ടോ. ഫ്രീസറിലാണ് നിങ്ങൾ മീൻ വെച്ചതെങ്കിൽ നന്നാക്കി എടുക്കുന്നതിന്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും പുറത്ത് വെക്കാട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് തൊലി പൊളിച്ചെടുക്കാൻ കഴിയില്ല. കട്ടിയായിട്ട് ഇരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ. മീനിന് കഴിക്കാൻ കിട്ടുന്ന കാമ്പ് ഫുള്ളും ആ തൊലിയിൽ പറ്റി പിടിക്കും കേട്ടോ. അപ്പൊ തൊലി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫ്രീസറിൽ വെച്ചെടുത്ത് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് മാക്സിമം ശ്രദ്ധിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മീൻ രണ്ടും നന്നാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ് ഇത്. രണ്ടാമത് ഇത് കുറച്ച് റിസ്ക് ആണെങ്കിലും എന്നാൽ കുഴപ്പമില്ല കേട്ടോ. അടിപൊളി നല്ല ടേസ്റ്റ് ആണ് രണ്ട് മീനും കഴിക്കാൻ. അപ്പൊ ഉപ്പിട്ടിട്ടൊന്ന് മീനൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് തന്നെ കഴുകാൻ ശ്രമിക്കുക. അപ്പോഴേ മീനിന്റെ അഴുക്കൊക്കെ ഒന്ന് നല്ല വൃത്തിയിൽ പോവുള്ളൂ. ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ വിനാഗിരി വെച്ച് കഴുകിയാലും മതി കേട്ടോ. മീൻ കഴുകിയെടുക്കുന്ന വെള്ളമൊന്നും ഒരിക്കലും സിങ്കിലൂടെ ഒഴുക്കി വിടാതെ പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ അടുത്ത മീനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കല്ലുപ്പായ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ എന്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പൊടിയുപ്പ് എടുക്കുന്നത്. കഴുകിയെടുക്കാനും ക്ലീൻ ആക്കി എടുക്കാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു മീനാണ് കേട്ടോ ഇത്. അപ്പൊ രണ്ട് മീനും നല്ലതുപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒന്ന് ഉപ്പിട്ടാണ്ട് കഴുകി, പിന്നെ 3 പ്രാവശ്യം വെള്ളം കൊണ്ട് തന്നെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. രണ്ടും രണ്ട് വിധത്തിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒന്ന് കറി വെക്കുക, ഒന്ന് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. കിളിമീനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മാന്തൽ മീനാണ് കറി വെക്കുന്നത്. കിളിമീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, കൂടുതലൊന്നുമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. കുറച്ച് ഫിഷ് മസാലയാണ് കേട്ടോ. മുളക് പൊടി കുറച്ച് അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. ഫിഷ് മസാലയിൽ ഓൾറെഡി എരിവ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കുക, അപ്പോഴേ നമ്മുടെ മസാലയിൽ മീനിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം മുളക് കൂടുതലുള്ളതാകുമ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിലേ മീനിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം മീനിൽ നമ്മളിപ്പോൾ കഴുകി വെച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പൊ ആ വെള്ളം തന്നെ മതിയാകും കേട്ടോ. മസാല ആക്കി കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ, അപ്പോഴാണ് മീനിൽ മസാലയൊക്കെ പിടിച്ചിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി, ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാനും പറ്റും. വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മീനിന്ന് മസാലയൊക്കെ വിട്ടു പോരും കേട്ടോ, ഒരു ലൂസ് പരുവത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാതെ ഇങ്ങനെ തന്നെ മസാല മീനിൽ പൊറ്റിയെടുക്കുന്നത്. നമ്മൾ മുളകിടാൻ വേണ്ടിയിട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ്. തക്കാളി വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മുളകിടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ എടുക്കുന്നത് ഒരു ടീസ്പൂൺ ഫിഷ് മസാലയാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത്, കട്ടയൊന്നും ഇല്ലാതെ മസാല റെഡിയാക്കി വെക്കാന്ന് കേട്ടോ. നമുക്ക് മീനിലേക്ക് എത്രത്തോളം വെള്ളമാണോ ആവശ്യമുള്ളത് കറിക്കെങ്കിൽ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് കട്ടയൊക്കെ നുടച്ച് കൊടുത്തിട്ട് വേണം വെള്ളം കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഫസ്റ്റ് ഇടുന്നത് കറിവേപ്പിലയാണ്. അത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, അതിന്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി, ഇതൊക്കെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീന് ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയുടെ പുളി മാത്രം പോരായെങ്കിൽ അല്പം വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുമ്പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ മീനിന്റെ കറി വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഓവറായിട്ട് പുളി വേണ്ടത്, മുളിട്ട് വെക്കുമ്പോൾ അധികം പുളി വേണ്ട. തക്കാളിയുടെ പുളി മാത്രം മതി, അതുകൊണ്ടാണ് തക്കാളി മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് മുളക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീനിന്റെ പാൻ ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മീന് റെഡിയാവും. ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത് കൊടുക്കാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ മീനല്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കറി എന്തായിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. മീനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു ഒട്ടും ഇളക്കി കൊടുത്തിട്ടില്ല, കാരണം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു കഷ്ണം പോലും നമുക്ക് നേരെ ചോറ് കിട്ടൂല കേട്ടോ, കാരണം ഇത് അപ്പം തന്നെ ഉടഞ്ഞു പോകും. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. പാൻ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കഴിക്കാം കേട്ടോ. ഈ ചൂടോടെ തന്നെ കഴിക്കരുത്. അപ്പൊ നമ്മുടെ മീൻ ഒരു വശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്പീഡിലൊന്നും ചെയ്ത് കൊടുക്കാതിരിക്കും, അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മീനാണ് കേട്ടോ.
എല്ലാ മീനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ 2 വശവും മീനിന്റെ 2 വശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാണ് കേട്ടോ. നമ്മുടെ ഫിഷ് മുളകിട്ടതും ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ മീനിന്റെ കൂടെ ഞാൻ വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടില് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണം, പ്രത്യേകിച്ച് ഉള്ളിയോ അല്ലെങ്കിൽ തക്കാളിയോ അതിന്റെ കൂടെ നിർബന്ധമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ കൂട്ടത്തിൽ കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് ഞാൻ മീൻ മുളകിടാറും ഫ്രൈ ചെയ്യാറുള്ളത്. സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കാം, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് രഹീസ് ലൈഫ്.